ഹലോ ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെയിലി കറണ്ട് അഫയേഴ്സ് അല്ലേ, നമ്മൾ ഇന്നറിയേണ്ട കാര്യങ്ങൾ. കേരള PSCയിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യന് പോലും ഇല്ലാത്ത ഏതെങ്കിലും പരീക്ഷയുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അത് കറണ്ട് അഫയേഴ്സ് പഠിച്ചിരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. നമ്മളെല്ലാവരും പല പല കാര്യങ്ങളിൽ ബിസി ആയിരിക്കാം അല്ലേ. ഇപ്പോൾ നിങ്ങളൊരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ നിങ്ങൾ ബിസി ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അന്നത്തെ പത്രം വായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡെയിലി കറണ്ട് അഫയേഴ്സ് നോക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെയും എന്നാൽ കേരള PSC പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സഹകാരി റേസ് പ്ലസ് ഈ ഒരു സെഗ്മെൻറ്റുമായി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെഗ്മെൻറ്റിൻ്റെ പേര് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇന്നറിയേണ്ടത്, അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇന്നത്തെ കാര്യം, നമ്മൾ ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ, പ്രധാന വിഷയങ്ങൾ, ഇന്ന് നടന്ന ഓരോ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിലൂടെ ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നറിയേണ്ട കാര്യം എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദി സെഷൻ, അതായത് നമ്മൾ ഈ സെഷനിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ പഠിത്തം എങ്ങനെ പോകുന്നുണ്ട്? എല്ലാവരും ഡിഗ്രി പ്രിലിംസ് ഇപ്പോൾ വരാൻ പോകുന്ന മെയ് 24 ഡിഗ്രി പ്രിലിംസ് എക്സാമും ജൂൺ 28 വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ സ്റ്റേജ് 2 എല്ലാം നല്ല ഭംഗിയായി പരീക്ഷ എഴുതാൻ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പഠിത്തം നല്ല രീതിയിൽ പോകുന്നുണ്ടോ? നിങ്ങളുടെ പഠിത്തം എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പഠിക്കുന്ന ഓരോരുത്തരും സർവീസ് കയറാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് അറിയേണ്ടത്, ഇന്നത്തെ ദിവസം മെയ് 17, 2025 നടന്ന പ്രധാന സംഭവങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മൾ പരീക്ഷയുടെ നമ്മൾ എടുക്കുന്ന ഓരോ വാർത്തകളും പരീക്ഷയുടെ പെർസ്പെക്റ്റീവിലാണ് അല്ലേ. ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാൻ, ഈ ഒരു കേരള PSCയുടെ പരീക്ഷ, ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ KS പരീക്ഷയോ ഒന്നും വേണ്ട, നമ്മുടെ UPSC തരത്തിലുള്ള പരീക്ഷകൾക്കാണെങ്കിലും കറണ്ട് അഫയേഴ്സ് വേണം. അപ്പോൾ ആ ഒരു നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ഏതൊക്കെ രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒരു പത്രം വായിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ ചോദ്യമായിട്ട് വരാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തേത് നീരജ് ചോപ്രയുടെ ഒരു പ്രധാന വാർത്തയാണ് നമ്മൾ കാണുന്നത്. നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ്. നോക്കൂ, 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആര്? നീരജ് ചോപ്ര അല്ലേ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്കിതിൽ നിന്ന് എന്തായാലും കേരള PSCക്ക് ഒരു ചോദ്യം നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് അല്ലേ. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ, 90.23 മീറ്ററാണ് അദ്ദേഹം ജാവലിൻ ത്രോയിൽ നേടിയ റെക്കോർഡ് അല്ലേ. അതൊരു വലിയ ഒരു നേട്ടം തന്നെയാണ്. ഇപ്പോൾ ജാവലിൻ ത്രോയിൽ ആദ്യമായി 90 മീറ്റർ എന്ന കടമ്പ പിന്നിട്ട് ഇന്ത്യയുടെ ഒളിമ്പിക്സ് സ്വർണ്ണ ജേതാവാണ് ആര്? നീരജ് ചോപ്ര. ഓക്കെ, ദോഹ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ 3ാം ശ്രമത്തിലാണ് അദ്ദേഹം 90.23 മീറ്റർ എറിഞ്ഞ് നീരജ് 2ാം സ്ഥാനം നേടിയത്. അതായത് അപ്പം ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള 89.94 മീറ്റർ ദേശീയ റെക്കോർഡ് നീരജ് എന്ത് ചെയ്താണ്? തിരുത്തിയിരിക്കുകയാണ്. അത് നമുക്ക് ഈ പത്രവാർത്തയിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ മുൻ റെക്കോർഡിന് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു? തിരുത്തി കുറിച്ചിരിക്കുന്നു. പുതിയ റെക്കോർഡിലേക്ക് അദ്ദേഹം എന്ത് ചെയ്തു? കാലെടുത്ത് വച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ജർമ്മനിയുടെ ജൂലിയൻ വെബറാണ് 91.06 എന്ന റെക്കോർഡുകൂടി ഒന്നാമത് എത്തിയിരുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നീരജ് ചോപ്ര, അപ്പം ഇതൊരു നല്ല ഒരു PSC ചോദ്യമാണ്. ഇപ്പം ഞാനാണ് ചോദ്യം ഉണ്ടാക്കുന്നത്, ഉറപ്പായിട്ട് ചോദ്യം ചോദിപ്പിക്കും അല്ലേ. ഇതൊരു നല്ലൊരു PSC ചോദ്യമാണ്. മാത്രമല്ല ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരവുമാണ് ആര്? നീരജ് ചോപ്ര അല്ലേ. ഒളിമ്പിക് അത്ലറ്റിക്സിൽ ആദ്യം സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? നമ്മുടെ നീരജ് ചോപ്രയാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിലായിരുന്നു സ്വർണം നേട്ടം ഉണ്ടായിരുന്നത്. പിന്നെ 2024 പാരീസ് ഒളിമ്പിക്സിലും നമ്മൾ വെള്ളിയും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പത്രവാർത്തയാണ്. നമ്മുടെ കേരള PSCയിൽ ഇത് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു പത്രവാർത്ത തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എടുത്ത കുറച്ച് ഈ വാർത്തയിൽ നിന്ന് തന്നെ എടുത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, പ്രസ്താവന നമുക്ക് നോക്കാം. നീരജ് ചോപ്ര ജർമ്മനിയിൽ ഡയമണ്ട് ലീഗ് മത്സരത്തിലാണ് ഏത് മത്സരത്തിലാണ് ചോദ്യം വരാം. ഏത് മത്സരത്തിലാണ് നീരജ് ചോപ്ര തൻ്റെ റെക്കോർഡ് കൊണ്ടുവന്നത്? അത് ജർമ്മനിയിലെ ഡയമണ്ട് ലീഗ്
മത്സരത്തിലാണ് അദ്ദേഹം എന്ത് കൊണ്ടുവന്നത്? ഈ ഒരു റെക്കോർഡ് കൊണ്ടുവന്നത് കേട്ടോ. ജാവലിൻ ഏത് ഇനത്തിലാണ്? ജാവലിൻ ത്രോയിലാണ്. അല്ലെങ്കിൽ നീരജ് ചോപ്ര ഒളിമ്പിക്സിലെ ഏത് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും ജാവലിൻ ത്രോ അല്ലേ. അതേപോലെ തന്നെ ഇത് അദ്ദേഹത്തിന്റെ 2ാം മികച്ച പ്രകടനമാണ് അല്ലേ. മുൻപ് ലോക ചാമ്പ്യൻഷിപ്പിൽ നേടിയ 89.94 മീറ്ററിനേക്കാൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ഉയർന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനിയൊരു ചോദ്യം ചോദിക്കാം. അതായത് ഇപ്പോൾ താഴെ പറഞ്ഞതിൽ ഏതാണ് നീരജ് ചോപ്രയുടെ റെക്കോർഡ് എന്ന് ചോദിച്ചിട്ട് വേണമെങ്കിൽ ഈ ഒരു നമ്പറും അതിലൊരു ഡേറ്റ് എന്ത് ചോദിക്കാം. പക്ഷെ നമ്മൾ എഴുതേണ്ട എന്താണ്? 90.23 കേട്ടോ. എല്ലാവരും ഈ നമ്പർ ഓർത്തിരിക്കണം. നീരജ് ചോപ്ര എന്ന് കേൾക്കുമ്പോഴേ ഈ നമ്പർ ഓർത്തിരിക്കുക, 90.23. ഓക്കെ. അപ്പോൾ ജാവലിൻ ത്രോയിൽ 90+90-ലധികം മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആര്? നീരജ്. ഓക്കെ. ജാവലിൻ ത്രോയിൽ 90+90-ലധികം മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആര്? നീരജ്. ഓക്കെ ആണല്ലോ. ഇതിന്നൊരു ചോദ്യം നിങ്ങൾ തീർച്ചയായിട്ടും ഉത്തരം എഴുതുന്ന തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡയമണ്ട് ലീഗ് ഫൈനൽ യുഎൻ സെയ്റ്റ്സു സെപ്റ്റംബർ 25 നടക്കും. ഓക്കെ. ഇതിൻ്റെ ഈ ഭാഗത്ത് തന്നെയുള്ള ബാക്കി കാര്യങ്ങളാണ്. പിന്നെ നീരജ് ഇതിനോടകം തന്നെ 2024 പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള യോഗ്യതയും ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇതും നമുക്കൊരു പഠിച്ചു വെക്കാൻ പറ്റുന്ന ഒരു പ്രധാന ഒരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നീരജ് ചോപ്ര വെച്ച് നോക്കുകയാണെങ്കിൽ. ഓക്കെ. അപ്പോൾ അടുത്ത വാർത്ത നമുക്ക് നോക്കാം. അപ്പോൾ നീരജ് ചോപ്രയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. നീരജ് ചോപ്ര എന്ന് കണ്ടാൽ ഉടനെ ഓർത്തിരിക്കേണ്ട നമ്പർ ഏതാണ്? 90.23 മീറ്റർ. ഓക്കെ, ഓർത്തിരിക്കുക. ഈ ഒരു പിക്ചറോട് ഓർത്തിരുന്നോളൂ. അപ്പം അദ്ദേഹം ഏത് ഇനത്തിലാണെന്ന് നമുക്കൊരു ഓർമ്മ കിട്ടും. ജാവലിൻ ത്രോ. ഓക്കെ. അപ്പം അടുത്ത നമുക്ക് നോക്കാം. അടുത്ത വാർത്ത സാന്ത്വന ചികിത്സാ അവകാശം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പാലിയേറ്റീവ് കെയർ എന്ന് പറയും. സാന്ത്വന ചികിത്സാ അവകാശം. അവകാശം എന്ന റൈറ്റ് ആണ്. പാലിയേറ്റീവ് കെയർ, റൈറ്റ് ഫോർ പാലിയേറ്റീവ് കെയർ. അപ്പം നമുക്കറിയാം പാലിയേറ്റീവ് കെയർ ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? കിടപ്പ് രോഗികൾക്കോ അല്ലെങ്കിൽ ഗുരുതരാവസ്ഥ ബാധിച്ച് കിടക്കുന്നവർക്കോ ആണ് പാലിയേറ്റീവ് കെയർ വരുന്നത്. അവർക്കൊരു സൗജന്യമായിട്ടുള്ള ഒരു പാലിയേറ്റീവ് കെയർ പദ്ധതി കേരളം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കേരള കെയർ എന്ന് അറിയപ്പെടും. കേരള കെയർ എന്നാണ് നമ്മളതിനെ അറിയപ്പെടുന്നത്. ഓക്കെ. അതായത് വിളിപ്പുറത്ത് സൗജന്യ പരിചരണം എന്നാണ് ഇതിനെ കൊടുത്തിരിക്കുന്ന ടാഗ് ലൈൻ. അപ്പോൾ കിടപ്പ് രോഗികൾക്കും ഗുരുതരാവസ്ഥ ബാധിച്ചവർക്കും പിന്നെ ഇപ്പം സൗജന്യമായിട്ടുള്ളൊരു പാലിയേറ്റീവ് കെയർ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം അവർക്കൊരു ചില നോക്കാൻ ആൾക്കാർ ഇപ്പം ഒട്ടും വയ്യാത്തവർ, ഇപ്പം പ്രായമായവരായിക്കോട്ടെ, ഒരുപാട് ആരോഗ്യമായ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ സൗജന്യമായ പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പം പാലിയേറ്റീവ് കെയർ അതായത് സാന്ത്വന ചികിത്സ അവകാശം. അപ്പോൾ പാലിയേറ്റീവ് കെയർ എന്നൊരു അവകാശം കൂടിയാണ്, ഒരു റൈറ്റ് അല്ലേ, ഒരു അവകാശം. സാന്ത്വന ചികിത്സ ഒരു അവകാശമാണ്. അപ്പോൾ അതിൽ വരുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സംശോധിത നിയമം. ഇപ്പോൾ കിടപ്പ് രോഗികൾക്കും ഗുരുതര രോഗികൾക്കും സൗജന്യ പാലിയേറ്റീവ് കെയർ ലഭിക്കും അല്ലേ. കേരളത്തിലെ സർക്കാർ നിയമപരിഷ്കാരം നടപ്പിലാക്കുന്നു. കാരണം അവർക്ക് കിടപ്പ് രോഗികൾക്ക് എല്ലാവർക്കും അവർക്ക് സൗജന്യ ഒരു പാലിയേറ്റീവ് കെയർ അത് കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന അവർ ഉദ്ദേശിക്കുന്ന ഒരു എയിം. അവരുടെ എയിം അതാണ്. ഇതിലുള്ള പ്രധാന അംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. രോഗികളുടെ അവസാന ഘട്ടത്തെ മികച്ച ജീവിതമേന്മ ഉറപ്പാക്കും. കാരണം പാലിയേറ്റീവ് കെയർ ഒത്തിരി വയ്യാത്ത ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ ഒരു അവസാന കാലഘട്ടത്തെ അവർക്ക് നല്ലത് കൊടുക്കുന്നു എന്ന രീതിയിലാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു പുതിയ പദ്ധതി കേരള കെയർ. അതായത് പാലിയേറ്റീവ് കെയറിൽ പാലിയേറ്റീവ് അല്ലെങ്കിൽ സാന്ത്വനം അവരുടെ അവകാശമാണ്. പിന്നെ സാമൂഹിക പ്രവർത്തകരെ ഉൾപ്പെടുത്തി വീട്ടുതലത്തിൽ സേവനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഇതൊക്കെ ഞാൻ എന്തിന് പഠിച്ചു വെക്കണം എന്തിനാണ്? ഇപ്പോൾ ഡിഗ്രി, പ്രിലിമിനറി എക്സാമിനേഷൻ തുടങ്ങിയ എല്ലാ എക്സാമിനേഷനും എന്ത് രീതിയിലാണ് ചോദിക്കുന്നത്? അവർ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം അന്നേരം നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ സാമൂഹ്യ പ്രവർത്തകരെ ഉൾപ്പെടുത്തി വീട്ടുതലത്തിൽ സേവനങ്ങൾ, അതേപോലെ തന്നെ പാലിയേറ്റീവ് കെയർ സേവനം ജില്ലാ ആശുപത്രികൾ മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് വരെ നമ്മൾ രൂപീകരിക്കുന്നുണ്ട്.
പിന്നെ നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും നമ്മൾ എന്ത് കൊടുക്കുന്നു, ഒരു പ്രത്യേക പരിശീലനം വരെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കിടപ്പായ രോഗികൾക്കും ആരോഗ്യ പ്രശ്ന രോഗികൾക്കും ഇപ്പോൾ കൊണ്ടുവന്ന കേരള സർക്കാർ കൊണ്ടുവന്ന ഒരു പ്രധാന പദ്ധതിയാണ് കേരള കെയർ, പാലിയേറ്റീവ് കെയർ ആസ് എ റൈറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതും ഒരു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്നത്തെ. ഇതിൽ വീണ്ടും പറയുന്ന വേറൊരു കാര്യമാണ്, രോഗം ഭേദമാക്കാൻ കഴിയാത്ത അവസ്ഥയിലായാലും ആശ്വാസം നൽകുന്ന സേവനങ്ങൾ ഉറപ്പാക്കും. ഇപ്പോൾ ചില നമുക്ക് പരിഹാരമില്ലാത്ത, ക്യുറേറ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇൻക്വയറൽ ആയിട്ടുള്ള ചില ഡിസീസസ് ഉണ്ടായിരിക്കും, ചില പ്രശ്നങ്ങൾ, നമുക്ക് വയ്യായിക ഉണ്ടായിരിക്കും, നമുക്ക് ഒട്ടും പറ്റാത്ത. അപ്പോൾ അവർക്കിപ്പോൾ സപ്പോസ് അവർക്കിപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് ഉള്ള കാലം നല്ല രീതിയിൽ അവർക്ക് ആശ്വാസം കൊടുത്ത് സേവനം കൊടുക്കാനും ഈ ഒരു പദ്ധതിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതിന് കെയർ ടു ദി ബെഡ് സൈഡ് പദ്ധതി എന്നും പറയുന്നുണ്ട്. ഇതിനാണ് കെയർ ടു ദി ബെഡ് സൈഡ് പദ്ധതി തന്നെയാണ് കേരള കെയർ. ഓർത്തിരിക്കുക കേട്ടോ, കേരള കെയർ, കിടപ്പ് രോഗികൾക്ക് കേരള കെയർ പദ്ധതി നടപ്പാക്കും. ഓക്കെ, ഈ 2 വാർത്തകളെല്ലാം ഓർത്തിരിക്കുക. നീരവ് ചോപ്രയും ഈ ഒരു കേരള കെയർ പദ്ധതി ധനസഹായവും ഉണ്ടായിരിക്കും. പിന്നെ സംശോധന മന്ത്രിസഭയിൽ ഇതൊക്കെ ഈ വാർത്തയിൽ വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ് കേട്ടോ. നിങ്ങൾ പത്രം വായിക്കുമ്പോൾ ഇതെല്ലാം മുഴുവനായി വായിക്കുന്നത്, ഇപ്പോൾ ഈ പത്രത്തിന്റെ വാർത്ത നമ്മൾ എടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇത് മുഴുവനും വായിക്കാൻ എല്ലാവരും ഒന്ന് ഇതെല്ലാവരും വായിക്കണ്ടേ എന്ന് ചിന്തിക്കും. പക്ഷെ ഇതിനൊന്നും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി മാത്രം. മനസ്സിലായോ? നിങ്ങളുടെ സമയം ലാഭിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സമയം ലാഭിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരുപാട് കോണ്ടന്റ് പഠിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത വാർത്ത, ജ്ഞാനപീഠ പുരസ്കാരം രാഷ്ട്രപതി സമ്മാനിച്ചു. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതി സമ്മാനിച്ച നമുക്ക് ഇന്ന് ഇത്തവണ വന്നത് 58ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് രാഷ്ട്രപതി സമ്മാനിച്ചത്. ഇത് ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ സംസ്കൃത പണ്ഡിതൻ രാമഭദ്രാചാര്യാണ് രാഷ്ട്രപതിയുടെ പുരസ്കാരം, ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് കേട്ടോ. അപ്പോൾ ഇത് പ്രശസ്ത ഉറുദു കവിയും ഹിന്ദി ഗാനരചയിതാവുമായ ഹിന്ദി ചലച്ചിത്രകാരനുമായ ഗുൽസാറും ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഈ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായിരുന്നു. പക്ഷേ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത് കിട്ടിയത് ആർക്കാണ്? 58ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സംസ്കൃത പണ്ഡിതൻ രാമഭദ്ര ആചാര്യയ്ക്കാണ് കിട്ടിയത്. അത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ജ്ഞാനപീഠം എന്ന് പറയുന്നത് ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പുരസ്കാരമാണ് അല്ലേ ജ്ഞാനപീഠം. ഓക്കെ, അപ്പം നിങ്ങൾ 57ാമത്തത് 56ാമത്തത് എല്ലാം ജ്ഞാനപീഠം കിട്ടിയതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പം ജ്ഞാനപീഠ പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത ഒരു പ്രധാന വാർത്തയാണ്, വിരമിച്ചവർക്ക് ന്യൂ ഇന്നിങ്സുമായി സ്റ്റാർട്ടപ്പ് മിഷൻ. ഇത് നമ്മുടെ നമുക്കറിയാം, ജോലിയിൽ നിന്ന് വിരമിച്ച ഒത്തിരി പേരുണ്ട് അല്ലേ കേരളത്തിലല്ല, ഇന്ത്യയിൽ മുഴുവനും ഉണ്ട്. ഒത്തിരി പേരുണ്ട് ജോലി എല്ലാം നിന്ന് വിരമിച്ച് ജോലിയൊക്കെ തീർന്നു. പക്ഷെ എന്നാലും ഇപ്പം പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിരമിച്ചെങ്കിലും മാനസികമായി വിരമിക്കാത്ത ഒത്തിരി പേരുണ്ട്. അവർക്ക് ഇനിയും ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് നോക്കുകയാണെങ്കിൽ പറയാം, അങ്ങനെയുള്ളവർക്കൊരു പുതിയൊരു സ്റ്റാർട്ടപ്പ് മിഷനാണ് കേരള ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ന്യൂ ഇന്നിങ്സ് എന്നൊരു മിഷൻ കൊണ്ടുവന്ന് ജോലിയിൽ നിന്ന് വിരമിച്ചവർക്ക് ഒരു പുതിയൊരു തുടക്കം, ഇന്നിങ്സിന് ഒരു തുടക്കം പോലെ അല്ലേ, പുതിയൊരു ഇന്നിങ്സ്. അതാണ് ന്യൂ ഇന്നിങ്സ്. അതായത് നല്ല ആശയവും തൊഴിൽ വൈദഗ്ധ്യവും പിന്നെ നല്ല അനുഭവ സമ്പത്തുമുള്ള ആൾക്കാർക്ക് അവർക്ക് ഇത് തുടങ്ങാം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് തുടങ്ങാൻ പറ്റും. ഇതിൽ പറയുന്നുണ്ട്, ഉൽപ്പന്നം വിപണിയിലോ 10 ലക്ഷം പേര് സാധാരണ സഹായം വരെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ന്യൂ ഇന്നിങ്സ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരെ ഉദ്ദേശിച്ചാണ്? ഒരു സീനിയർ സിറ്റിസൺസിനെ ഉദ്ദേശിച്ചാണ് ഇത് വരുന്നത് അല്ലേ. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. നമ്മൾ ഇനിയും വരുന്ന കറണ്ട് അഫയേഴ്സ് സെഷനിൽ നമ്മൾ കുറച്ചും കൂടി പുതിയ വാർത്തകൾ, പുതിയ നമ്മളെ മലയാളം ന്യൂസ് പേപ്പർ മാത്രമല്ലാതെ തന്നെ നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പർ തുടങ്ങിയ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് ആണെങ്കിലും നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മുടെ മലയാള പേപ്പേഴ്സിൽ വന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു 3 ചോദ്യം എടുത്തിട്ടുണ്ട്. ജാവലിൻ ത്രോയിൽ 90+ മീറ്റർ കടന്ന ആദ്യ ഇന്ത്യൻ താരം
ആൻസറൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അതുപോലെ ആൻസർ തന്നെയാണ്. ഒന്ന് കമൻറ്റ് ചെയ്യുക. അനൂപ് ചന്ദ്ര, നീരജ് ചോപ്ര, ഓം പ്രകാശ് പത്ര, അഭിജിത്ത് സിംഗ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ഒരു ചോദ്യമുണ്ട്. കെയർ ടു ബെഡ് സൈഡ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ ഏത് പദ്ധതി നടപ്പാക്കപ്പെടുന്നു? അല്ലേ, അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്തൊരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് ദി മെയിൻ എയിം ഓഫ് ദി ന്യൂ ഏണിങ്സ് പ്രോജക്റ്റ് അണ്ടർ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ 3 ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കറക്റ്റ് ഉത്തരം പറയുന്ന ഈ ചോദ്യം നമുക്ക് നോക്കാം. ഈ വീഡിയോ കണ്ടാൽ മാത്രമേ ഇതിന് ഉത്തരവും കിട്ടുകയുള്ളൂ, അല്ലേ? അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കുറച്ച് പ്രധാന വാർത്തകൾ അല്ലെങ്കിൽ ഇന്ന് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അടർത്തിയെടുത്തിയ ചില ചോദ്യങ്ങൾക്ക് ഉത്തരവും നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്തൊരു ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്ന സെഗ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സെഷനാണ്. ഇനിയും തുടർന്ന് സെഷൻസ് ഉണ്ടാകും. വളരെ ഫണ്ണായിട്ടും എനർജറ്റിക് ആയിട്ടും പിന്നെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള സെഷൻസ് കറണ്ട് അഫയേഴ്സിന് ഉണ്ടാകും. അതേപോലെ നിങ്ങൾ ഫൈൻഡിങ് ദ റൂട്ട്സും ഈ ഒരു കേരള PSCയിൽ സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റാണ്. അതിൻ്റെ സെഷൻസ് പോകുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോസും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്തു, കമൻ്റ് ഒക്കെ ചെയ്തു. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്തു. നിങ്ങൾ എന്താണ് ഞങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്ത് തരം വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്ത് തരം വീഡിയോസ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ ആവശ്യാനുസരണമുള്ള വീഡിയോസ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന സർവീസുകൾ കയറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.